Hi dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് ബേസിക് സ്ട്രക്ചറൽ കൺസെപ്റ്റ് ഓഫ് MIS. MISന്റെ സ്ട്രക്ചറാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മൾ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, മറ്റൊന്ന് പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഇത് രണ്ടിലും ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റവുമുണ്ട്, അതുപോലെ തന്നെ ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റവുമുണ്ട്. അതിൽ നമ്മൾ ആദ്യമായി നമ്മൾ നോക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഓൾ റെലവൻറ്റ് പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ ക്യാൻ ഹാവ് നോളജ് അബൌട്ട് ദ സിസ്റ്റം and the informal is available to everyone in the organization who has authority to access it. ഇവിടെ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്ഥാപനവുമായി ബന്ധമുള്ള എല്ലാ ആളുകളും അറിഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഇൻഫർമേഷനെയാണ് നമ്മളിവിടെ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. സ്ഥാപനവുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും കളക്ട് ചെയ്യാം. അതാണ് പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആർ കെപ്റ്റ് ബൈ ഇൻഡിവിജ്വൽ. ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ ഇൻഡിവിജ്വൽ വേർ സർട്ടൈൻ പീസസ് ഓഫ് ഇൻഫർമേഷൻ ആർ നോട്ട് അവൈലബിൾ ടു അതേഴ്സ്. പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സെർട്ടൈൻ പേഴ്സൺസ്, അവരുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇൻഫർമേഷനാണ് പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആ വ്യക്തികൾ തന്നെയാണ്. അത് സേവ് ചെയ്ത് വെക്കുന്നതും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ആ വ്യക്തികൾ തന്നെയാണ്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് മറ്റാളുകൾക്ക് അവൈലബിൾ അല്ല, അത് മറ്റാളുകൾക്ക് അത് കിട്ടുകയില്ല. അതാണ് പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത് പറയുന്നതാണ് ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം. രണ്ടിലും ഈ ഒരു ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം കാണാൻ സാധിക്കും. എന്താണ് ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം? ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ റെക്കോർഡ്സ്, ഡോക്യുമെൻറ്റ്സ്. ദർ ആർ സെർട്ടൈൻ വെൽ പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ ടു ബി ഫോളോവഡ് ഇൻ ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം. സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ഡോക്യുമെൻറ്റ്സുകളും റെക്കോർഡ്സുകളും അത് നമ്മൾ പബ്ലിക്കായിട്ടും നമ്മൾ കാണാറുണ്ട്, അതല്ല നമ്മൾ അത് പ്രൈവറ്റായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ പബ്ലിക് നോട്ടീസ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അത് പബ്ലിക് ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഈ പറയുന്ന രൂപത്തിൽ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ നമ്മൾ കാണുന്ന റൂൾസ്, പ്രൊസീജിയർ എല്ലാം എന്താണ്? ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ ദി എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ സാധാരണ ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴിയായിരിക്കും. ബട്ട് ദ ഡാറ്റ പ്രോസസ്സിംഗ് ഫങ്ഷൻ നോട്ട് ഓൺ ദി ബേസിസ് ഓഫ് ഫോർമലി ഓർഗനൈസ്ഡ് ആൻഡ് റിജിഡ് പ്രൊസീജിയർ ആൻഡ് റെക്കോർഡ്സ്. ഇത് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് ഒരു റിജിഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആയ രൂപത്തിലോ ഫോർമലായ രൂപത്തിലോ ഉള്ള ഒരു പ്രോസസ്സൊന്നും ഇതിനുണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു ഫേമിലെ എംപ്ലോയീസിന് എന്ത് ചെയ്തു, ഒരു നിർദ്ദേശം കൊടുത്തു. അത് ആദ്യം മെമ്മോ വഴി കൊടുക്കും. ആ എംപ്ലോയീസിന് മാത്രമുള്ളതാണ് എങ്കിൽ അതെന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. എല്ലാ എംപ്ലോയീസിനും ഒരു ഇൻഫർമേഷൻ കൊടുത്തു. അത് പ്രാവർത്തികമാക്കേണ്ട സൂപ്പർവൈസേഴ്സൊക്കെയാണ്. അപ്പോൾ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യും? അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോ നിർദ്ദേശങ്ങൾ വെച്ചിട്ട് അതെന്ത് ചെയ്യും? ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ സൂപ്പർവൈസേഴ്സ് കൊടുക്കുന്നത് ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം ആയിരിക്കും. കമ്പനിയുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കുന്നത് ഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായിരിക്കും. അത് പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്. പ്രൈവറ്റ് ആണെങ്കിൽ ഇൻഡിവിജ്വൽസിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും, അത് മറ്റാർക്കും കിട്ടൂല. പബ്ലിക് ആണെങ്കിൽ എല്ലാ എംപ്ലോയീസിനും അല്ലെങ്കിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും കസ്റ്റമേഴ്സിനും ഒക്കെ കിട്ടാൻ അവൈലബിൾ ആവുന്നതാണ് പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് മൾട്ടിപ്പിൾ അപ്രോച്ച് ടു ദ MIS സ്ട്രക്ചർ. MIS സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ അപ്രോച്ചുകളാണ് നോക്കുന്നത്. 4 തരത്തിലുള്ള അപ്രോച്ചുകളാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് ഓൺ ദി ബേസിസ് ഓഫ് ഓപ്പറേറ്റീവ് എലമെൻറ്റ്സ്, ഒന്ന് ഓൺ ദി ബേസിസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, ഓൺ ദി ബേസിസ് ഓഫ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി, ഓൺ ദി ബേസിസ് ഓഫ് ഓർഗനൈസേഷണൽ ഫങ്ഷൻ. ഇതിൽ ഒന്നാമത്തെ മാത്രമാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ്.
ഓപ്പറേറ്റിംഗ് എലമെൻസിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, MIS സ്ട്രക്ചറിനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. എന്താണ് ഓപ്പറേറ്റിംഗ് എലമെൻസ് എന്ന് പറയുന്നത്? വേരിയസ് എലമെൻറ്റ്സ് നെസസറി ഫോർ ദി ഓപ്പറേഷൻ ഓഫ് MIS ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ്. ഒരു MISൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് എന്തെല്ലാം എലമെൻസുകൾ, എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമുണ്ടോ അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിലാണ് ഇവിടെ നമ്മൾ MIS സ്ട്രക്ചറിനെ നമ്മൾ കണക്കാക്കുന്നത്. താഴത്ത് നോക്കാം. ഒന്നാമത്തേതാണ് ഫിസിക്കൽ കമ്പോണൻറ്റ്, അതുപോലെ തന്നെ പ്രോസസ് ഫങ്ഷൻ, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഫോർ യൂസേഴ്സ്. ഈ 3 കാര്യങ്ങളാണ്, ഈ 3 സ്ട്രക്ചറാണ് ഓപ്പറേറ്റിംഗ് എലമെൻസിൻ്റെ ബേസിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് ഫിസിക്കൽ കമ്പോണൻസ്? ഫിസിക്കൽ കമ്പോണൻസ് എന്ന് പറയുന്നത് MISൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫിസിക്കലായിട്ടുള്ള കമ്പോണൻസിനെയാണ് നമ്മൾ ഫിസിക്കൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ്, പ്രൊസീജിയർ ആൻഡ് ഓപ്പറേറ്റിംഗ് പേഴ്സണൽ ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ കമ്പോണൻസ് റിക്വയർഡ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് MIS ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ ഒരു MIS ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ്, പ്രൊസീജിയർ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പേഴ്സണൽ, ഈ ആളുകളുടെ ഒക്കെ ആവശ്യം നിർബന്ധമാണ്. അതാണ് ഇവിടെ സ്ട്രക്ചറായിട്ട് പറയുന്നത്. ഇനി അതിൽ എന്താണ് ഫിസിക്കൽ കമ്പോണൻറ്റ്? ഫിസിക്കൽ കമ്പോണൻറ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താണെന്നാണ് നോക്കുന്നത്. ഓൾ ഫിസിക്കൽ കമ്പോണൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് കോൾഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. എന്താണ് സോഫ്റ്റ്വെയർ എന്നാണ് നോക്കുന്നത്. സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ദ ഹാർഡ്വെയർ ടു പെർഫോം വേരിയസ് ഓപ്പറേഷൻ. ഈ MISലൂടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫിസിക്കൽ കമ്പോണൻസിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് സോഫ്റ്റ്വെയറുകളാണ്. 2 തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും മറ്റൊന്ന് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് നമുക്കറിയാം OS OSനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മറ്റേത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോ പ്ലെയറുകൾ, ഇതൊക്കെ സോഫ്റ്റ്വെയർ ആണ്, അത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇനി പറയുന്നത് ഡാറ്റാബേസ് ആണ്. ഡാറ്റാബേസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സെൻട്രലി കൺട്രോൾഡ് കളക്ഷൻ ഓഫ് ഓർഗനൈസ്ഡ് ഡാറ്റ, അതാണ് ഡാറ്റാബേസ്. അഥവാ ഒരു മാസ് സ്റ്റോറേജ് ആണ് ഡാറ്റാബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. MISുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഡോക്യുമെൻറ്റ്സുകളോ എന്തെല്ലാം സ്റ്റോർ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസിനെയാണ് നമ്മൾ ഇവിടെ MISൽ ഉപയോഗിക്കുക. അടുത്തതാണ് പ്രൊസീജിയർ. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ്, ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഫോർ പീപ്പിൾ ഹു യൂസ് ഇൻഫർമേഷൻ സിസ്റ്റം. MIS എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ജനങ്ങളോട് ഒരു ഇൻസ്ട്രക്ഷനിലൂടെയാണ് അറിയിക്കുക. അപ്പോൾ ആ ഇൻസ്ട്രക്ഷനെയാണ് നമ്മളിവിടെ പ്രൊസീജിയർ ആയിട്ട് പറയുന്നത്. അടുത്തതാണ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MIS ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത്. ദ പേഴ്സൺ ഇൻ ദ MIS ഫംഗ്ഷൻ ഇൻക്ലൂഡ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ്, പ്രോഗ്രാമേഴ്സ്, സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് മാനേജേഴ്സ്. ഇവരെല്ലാം എന്താണ് പേഴ്സണലായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ 4 ഘടകങ്ങൾ ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ്, പ്രൊസീജിയർ, പേഴ്സണൽ. 5 ഘടകങ്ങളാണ് എന്ത് ഫിസിക്കൽ കമ്പോണൻ്റ് ആയിട്ട് പറയുന്നത്. MIS സ്ട്രക്ചർ ഓപ്പറേറ്റിംഗ് ബേസിൽ ഒന്നാമത്തതാണ് ഫിസിക്കൽ കമ്പോണൻസ്. അടുത്തതാണ് പ്രോസസ്സിംഗ് ഫംഗ്ഷൻ. രണ്ടാമത്തെ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് പ്രോസസ്സിംഗ് ഫംഗ്ഷൻ. എന്താണ് പ്രോസസ്സിംഗ് ഫംഗ്ഷൻ? പ്രധാനമായിട്ടും പ്രോസസ്സിംഗ് ഫംഗ്ഷനിൽ 5 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് പ്രോസസ് ട്രാൻസാക്ഷൻ. പ്രോസസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ആർ ഇവൻറ്റ് ദാറ്റ് ഒക്കർ ആസ് എ പാർട്ട് ഓഫ് ഡൂയിങ് ബിസിനസ് സച്ച് ആസ് സെയിൽസ്, പർച്ചേസ്, ഡെപ്പോസിറ്റ്, വിഡ്രോവൽ ആൻഡ് പേയ്മെൻറ്റ്. ഇവിടെ പ്രോസസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ്. ഒരു MISലേക്ക് നമ്മളൊരു ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റേജാണ് ഇവിടെ പ്രോസസ് ട്രാൻസാക്ഷൻ ആയിട്ട് പറയുന്നത്. അഥവാ ഏതൊരു ട്രാൻസാക്ഷൻ ആണോ സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സാണ് ഇവിടെ ഒന്നാമത്തെ പ്രോസസ് ട്രാൻസാക്ഷനിൽ പറയുന്നത്. ഇപ്പോൾ നോക്കുക, ഡെപ്പോസിറ്റ്, വിഡ്രോവൽ, പേയ്മെൻറ്റ്, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ MISലേക്ക് നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോസസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ പ്രോസസ് ആക്ടിവിറ്റീസ് ആർ നീഡഡ് ടു ദ ക്യാപ്ചർ ആൻഡ് പ്രോസസ് ഡാറ്റ. ക്യാപ്ചർ ആൻഡ് പ്രോസസ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആൻഡ് പ്രോസസ് ഡാറ്റ എന്ത് ചെയ്യും, പിന്നെ ആ ഒരു ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, MISലേക്ക് കയറ്റും. ഈ ഒരു ട്രാൻസാക്ഷനെയാണ് നമ്മൾ പ്രോസസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് മെയിൻറ്റെയിൻ മാസ്റ്റർ ഫയൽ. നമ്മൾ നേരത്തെ പറഞ്ഞു മാസ്റ്റർ ഫയൽ, ഡാറ്റാബേസ് നമ്മൾ പറഞ്ഞു. മെനി പ്രോസസ് ആക്ടിവിറ്റീസ് റിക്വയർഡ് ക്രിയേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് മാസ്റ്റർ ഫയൽ. ദീസ് ഫയൽ ആർ പെർമനൻറ്റ് ഇൻ നാച്ചർ. കസ്റ്റമേഴ്സ് ലെഡ്ജർ, പർച്ചേസ് ലെഡ്ജർ, ഇങ്ങനെയുള്ള ഫയലുകൾ
നമുക്ക് അത്യാവശ്യമാണ്, അത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഫയലുകൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് സ്ട്രക്ചറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതാണ് പ്രൊഡ്യൂസ് റിപ്പോർട്ട്സുകൾ. പിന്നുള്ള ഒരു ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഒരു MS കാണുന്ന ഒരു സ്ട്രക്ചറാണ് പ്രൊഡ്യൂസ് റിപ്പോർട്ട്സ്. പല തരത്തിലുള്ള റിപ്പോർട്ട്സുകൾ നമ്മൾ MS നമ്മൾ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊഡ്യൂസ് വേരിയസ് കൈൻഡ്സ് ഓഫ് റിപ്പോർട്ട്സ് നീഡഡ് ബൈ ഡിസിഷൻ മേക്കേഴ്സ്. ഡിസിഷൻ മേക്കേഴ്സിന് അവർ ആവശ്യപ്പെടുന്ന റിപ്പോർട്ട്സുകൾ എന്ത് ചെയ്യണം, MS നമ്മൾ കൊടുക്കണം. ദേ പ്രൊഡ്യൂസ് 3 kinds of documents: ഇൻഫർമേഷണൽ, ആക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് ഇൻവെസ്റ്റിഗേഷണൽ. ഇങ്ങനെ 3 തരത്തിലുള്ളതാണ്. ഒന്ന് ഇൻഫർമേഷനായിട്ട് ജനങ്ങൾക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഡിസിഷൻ മേക്കേഴ്സിന് ഇൻഫർമേഷനായിട്ട് കിട്ടുന്നതുണ്ടാവും. പിന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, അനാലിസിസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇതാണ് പ്രോസസ് ഫംഗ്ഷനിൽ പറയുന്നത്. അടുത്ത പോയിന്റാണ് പ്രോസസ് എൻക്വയറി. നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതാണ്, പ്രൊഡ്യൂസ് റിപ്പോർട്ടാണ്. പിന്നെ പറയുന്നത് പ്രോസസ് എൻക്വയറീസ് ആണ്. പ്രോസസ് എൻക്വയറീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അലൗ എൻഡ് യൂസേഴ്സ് ടു മേക്ക് എൻക്വയറീസ് ആൻഡ് റിസീവ് റെസ്പോൺസ് കൺസേണിങ് ദ റിസൾട്ട് ഓഫ് ട്രാൻസാക്ഷൻ ആക്ടിവിറ്റി. ഇപ്പോൾ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത് അതാത് ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഒരു എംപ്ലോയീസ് എന്ത് ചെയ്യാം, ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ബാലൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ നടന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട എൻക്വയറീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോസസ് ഫങ്ഷൻസിൽ പറയുന്നത്. ലാസ്റ്റ് പോയിന്റാണ് പ്രോസസ് ഇൻ്ററാക്റ്റീവ് സപ്പോർട്ട് ആപ്ലിക്കേഷൻ. അഥവാ ഇൻഫർമേഷൻ സിസ്റ്റം ഓൾസോ കണ്ടെയ്ൻ ആപ്ലിക്കേഷൻ ഡിസൈൻഡ് ഫോർ ദി പ്ലാനിങ്, അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള, സപ്പോർട്ടീവ് ആയിട്ടുള്ള, അഥവാ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, MS നമുക്ക് ആവശ്യം വരുന്നത്. മൂന്നാമത്തെ ഈ സ്ട്രക്ചറിൽ മൂന്നാമത്തെ പറയുന്നതാണ് ഔട്ട്പുട്ട് ഫോർ ദി യൂസേഴ്സിന് MS യൂസേഴ്സിന് വേണ്ട ഔട്ട്പുട്ടുകളാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റ്. നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞു ട്രാൻസാക്ഷൻ പ്രോസസ്സ് പറഞ്ഞു. ആ ട്രാൻസാക്ഷൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഫസ്റ്റ് നടക്കുന്ന ട്രാൻസാക്ഷൻ അതിൻ്റെ പ്രാഥമികമായിട്ട് കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റാണ് ട്രാൻസാക്ഷൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രീ പ്ലാൻഡ് റിപ്പോർട്ട്, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന റിപ്പോർട്ടുകളാണ് പ്രീ പ്ലാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രീ പ്ലാൻഡ് എൻക്വയറി റെസ്പോൺസ്. പ്രീ പ്ലാൻഡ് റിപ്പോർട്ട്സ് നമുക്ക് ഇൻവെന്ററി ബാലൻസ്, സെയിൽസ് അനാലിസിസ് എല്ലാം പ്രീ പ്ലാൻഡ് റിപ്പോർട്ട്സിൽ വരുന്നതാണ്. അടുത്തതാണ് പ്രീ പ്ലാൻഡ് എൻക്വയറി റെസ്പോൺസസ്. അഥവാ നമ്മൾ ഓൾറെഡി ഒരു എൻക്വയറി നമ്മൾ നടത്തുന്നുണ്ടാവും, സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രീ പ്ലാൻഡ് എൻക്വയറീസ് എന്ത് ചെയ്യും, ഓൾറെഡി നമ്മൾ നടത്തുന്നുണ്ട്. അടുത്തതാണ് അഡ്ഹോക് റിപ്പോർട്ട് ആൻഡ് എൻക്വയറി റെസ്പോൺസ്. ഇവിടെ അഡ്ഹോക് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ എടുക്കുന്ന റിപ്പോർട്ടുകളെ നമുക്ക് അങ്ങനെയുള്ള റിപ്പോർട്ടുകളല്ല അഡ്ഹോക് റിപ്പോർട്ട് എന്ന് പറയുന്നത്. യുണീക്കായിട്ട് എപ്പോഴെങ്കിലും അൺഷെഡ്യൂൾഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന റിപ്പോർട്ട്സുകളാണ് അതുമായി ബന്ധപ്പെട്ട എൻക്വയറി റെസ്പോൺസുകൾ. പിന്നെ അടുത്തതാണ് യൂസർ മെഷീൻ ഡയലോഗ്. യൂസർ മെഷീൻ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യൂസറും മെഷീനും ഒരു MS നിർബന്ധമാണ്. അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള കോണ്ടാക്ട്സുകൾ അല്ലെങ്കിൽ പരസ്പര ധാരണകൾ എല്ലാം എന്താണ്, യൂസർ മെഷീൻ ഡയലോഗാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ സ്ട്രക്ചർ ആയിട്ടുള്ള MS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് എലമെന്റ്സിൽ പറയുന്നത്. താങ്ക് യു. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.